ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ ഗ്രൂപ്പിൽ പെടുന്ന ബോൺസ് പ്രൊജക്ഷനെ കുറിച്ചാണ്. ബോൺസ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലലിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ പോലെ തന്നെ ഇവിടെ ബോൺസ് പ്രൊജക്ഷനും ഒരു സ്റ്റാൻഡേർഡ് പാരലലാണുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് പാരലലും ഒരു സെൻട്രൽ മെറീഡിയനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻട്രൽ മെറീഡിയൻ്റെയും സ്റ്റാൻഡേർഡ് പാരലലിൽ വരുന്ന ഈ ഏരിയാസിൽ മാത്രമാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ബോൺസ് പ്രൊജക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഏരിയ സ്റ്റാൻഡേർഡ് പാരലൽ അതുപോലെ തന്നെ സെൻട്രൽ മെറീഡിയനിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ആ പ്രദേശങ്ങളുടെ ഡിസ്റ്റോർഷൻ പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഈ ബോൺസ് പ്രൊജക്ഷനിൽ കാണാൻ കഴിയുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലലിൽ നിന്നും അതുപോലെ ടു സ്റ്റാൻഡേർഡ് പാരലലിൽ നിന്നും ഈ പ്രൊജക്ഷനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മെറീഡിയൻസ് എല്ലാം കർവ്ഡ് ലൈൻസ് ആണ്, എക്സെപ്റ്റ് ദ സെൻട്രൽ മെറീഡിയൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ ബോൺസ് പ്രൊജക്ഷൻ വിത്ത് ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് 20 ഡിഗ്രി നോർത്ത് ടു 80 ഡിഗ്രി നോർത്ത് ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് 25 ഡിഗ്രി വെസ്റ്റ് ടു 95 ഡിഗ്രി ഈസ്റ്റ് on a scale of 1:200 million and interval 15 degree. ഇവിടെ നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് തന്നിട്ടുണ്ട്, ലോങ്ജിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് തന്നിട്ടുണ്ട്, സ്കെയിൽ തന്നിട്ടുണ്ട്, ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. എല്ലാ പ്രൊജക്ഷനിലും ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആക്ച്വൽ റേഡിയസ് ഡിവൈഡഡ് ബൈ ഗിവൺ സ്കെയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഞ്ചസിലായതുകൊണ്ട് ആക്ച്വൽ റേഡിയസ് ഇൻ ഇഞ്ചസ് എന്ന് പറയുന്നത് 250 മില്യൺ ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു 250 മില്യൺ ആണ് ഇഞ്ചസിലെ ആക്ച്വൽ റേഡിയസ്. ദെൻ ഗിവൺ റേഡിയസ് എന്ന് പറയുന്നത് 200 മില്യൺ ആണ്. നമുക്കിത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.25 ഇഞ്ചസ് എന്ന് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബോൺസ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലലിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. സോ അവിടെ ഒരു വൺ സ്റ്റാൻഡേർഡ് പാരലൽ ഉള്ളതുപോലെ തന്നെ ബോൺസ് പ്രൊജക്ഷനും ഒരു സ്റ്റാൻഡേർഡ് പാരലൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്റ്റാൻഡേർഡ് പാരലൽ നമുക്കറിയാം, ഇൻ്റർവെലിനെ ബേസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എഴുതുമ്പോൾ അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് പാരലൽ. ഇവിടെ നമുക്ക് ഇൻ്റർവെൽ 15 ഡിഗ്രി ആണ്. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ 20, 35, 50, 65, 80. നമുക്ക് സ്റ്റാൻഡേർഡ് പാരലായിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ വന്ന 50യെ എടുക്കാം. ഇതുപോലെ സെൻട്രൽ മെറീഡിയനും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. 25 ഡിഗ്രി വെസ്റ്റ് ടു 95 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 25 ഡിഗ്രി വെസ്റ്റിൽ നിന്നും 15 ഡിഗ്രി ഇൻ്റർവെല്ലിൽ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു 10, 5 ഡിഗ്രി ഈസ്റ്റ്, 20, 35, 50, 65, 80, 95 ഡിഗ്രി ഈസ്റ്റ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ വരുന്നത് 35 ആണ്. അപ്പോൾ 35നെ നമുക്കിവിടെ സെൻട്രൽ മെറീഡിയനായിട്ട് കണക്കാക്കാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്കിനി നേരെ ബേസ് ഡയഗ്രാം വരയ്ക്കുന്നതിലേക്കാണ് പോകേണ്ടത്. ഇതിനൊരു ബേസ് ഡയഗ്രാം ഉണ്ട്. ബേസ് ഡയഗ്രത്തിൽ നിന്നുമാണ് നമ്മൾ ഒറിജിനൽ പ്രൊജക്ഷൻ വരച്ചെടുക്കുന്നത്. നമുക്കിനി ബേസ് ഡയഗ്രാം വരയ്ക്കാം. ഇഞ്ചസിലാണ് നമ്മൾ റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ച് സ്കെയിലാണ് വേണ്ടത്. ഇത് സെൻറ്റിമീറ്റർ സ്കെയിൽ, ഇവിടെ ഇഞ്ചിൻ്റെ ഡിവിഷൻസ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് 1 ഇഞ്ച്, ഇത് 1.5 ആണ്. അപ്പോൾ 1.5ൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു വലിയ മാർക്കാണ് 1.25 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 1.25 ഇഞ്ച്. ഈ 1.25 ഇഞ്ച് നമ്മൾ കോമ്പസിൽ എടുക്കുക. ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഒരു സർക്കിൾ വരയ്ക്കുക. ഈസ്റ്റ് വെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ദെൻ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ ചെയ്തത് ഒരു പാരലൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. 2 സ്റ്റാൻഡേർഡ് പാരലൽ 2 സ്റ്റാൻഡേർഡ് പാരലൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവെൽ മാർക്ക് ചെയ്തു.
നമുക്കിവിടെ വേണ്ട മാർക്കിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവെല്ലായിട്ടുള്ള 15 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യണം. 15 ഡിഗ്രി മാർക്ക് ചെയ്യണം. അത് കൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് പാരലൽ മാത്രമല്ല മാർക്ക് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് പാരലിനോടൊപ്പം തന്നെ എല്ലാ പാരലൽസും ബോൺസ് പ്രൊജക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എത്ര എക്സ്റ്റെൻഡ് ആണോ, ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എത്രയാണോ നമുക്ക് തന്നിരിക്കുന്നത്, അതിൽ ഇൻ്റർവെൽ ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള അത്രയും പാരലൽസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം, നമുക്ക് 20 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ആയിരുന്നു നമ്മുടെ 20 ഡിഗ്രി നോർത്ത് ടു 80 ഡിഗ്രി വരെ ആയിരുന്നു നമുക്ക് തന്നിട്ടുള്ള ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ്. സോ നമ്മൾ 20 ഡിഗ്രി മുതൽ 15 ഡിഗ്രി ഇൻ്റർവെല്ലിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അത്രയും പാരലൽസ് 20, 35, 50, 65 ആൻഡ് 80 ഇത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അത് വരച്ച് യോജിപ്പിക്കുക. നമ്മുടെ 15 ഡിഗ്രി ആംഗിളാണ്, നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവെല്ലാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നെയിം ചെയ്ത് കൊടുക്കുക. O, A, B, C, D, E, F, G, നോർത്ത്, സൗത്ത്. സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലലിൻ്റെ മോഡിഫൈഡ് ഫോം ആണെന്ന് നമ്മളിതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ, നമ്മുടെ സ്റ്റാൻഡേർഡ് പാരലലിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെർപെൻഡിക്കുലർ ഈ നോർത്ത് ലൈനിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. സെയിം പ്രൊസീജിയർ നമുക്ക് ഇവിടെ ആവശ്യമാണ്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് പാരലൽ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. 20, 35, 50 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പാരലൽ ആയിട്ട് വരുന്ന 50 ഡിഗ്രി. അപ്പോൾ ഈ 50 ഡിഗ്രി ഇവിടെ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ OAക്ക് ഒരു പെർപെൻഡിക്കുലർ ഒരു ടാൻജൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് നോർത്ത് ലൈനിലേക്ക് മുട്ടിക്കണം. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി ദെൻ കോമ്പസ് എടുക്കുക. AB ഡിസ്റ്റൻസ്, നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവെല്ലിൻ്റെ ഈ ഡിസ്റ്റൻസ് AB ഡിസ്റ്റൻസ് എടുക്കുക. ആർക്ക് വരയ്ക്കുക. ഒരു ഫ്രഷ് പേജ് എടുക്കുക. സെൻട്രൽ മെറീഡിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ദെൻ കോമ്പസ് എടുക്കുക. E ഡാഷ്, ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക. ദെൻ ഈ പോയിന്റിൽ നിന്നും ആർക്ക് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പാരലലായ 50 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലൽ. ഇനി നമുക്ക് വേണ്ടത് നോർത്തിലേക്കും, ഇവിടെ നിന്ന് നോർത്തിലേക്കും സൗത്തിലേക്കുമുള്ള ബാക്കി പാരലൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഇൻ്റർവെല്ലാണ് നമുക്ക് വേണ്ടത്. ഈ ഇൻ്റർവെല് നമ്മൾ കോണിക്കൽ പ്രൊജക്ഷനിലൊക്കെ ചെയ്തതുപോലെ തന്നെ എടുക്കുന്നത് ഈ AB പ്രൊജക്ഷൻ ഇൻ്റർവെല്ലായ AB 15 ഡിഗ്രിയുടെ AB ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ AB ഡിസ്റ്റൻസ് എടുക്കുക. ഒന്നുകിൽ കോമ്പസിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഡിവൈഡറിൽ എടുക്കുക. നമുക്ക് മുകളിലോട്ട് 2 എണ്ണവും താഴോട്ട് 2 എണ്ണമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ്. ദെൻ കോമ്പസ് ഉപയോഗിച്ച് ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും കൃത്യമായും കൊണ്ടുവച്ച ശേഷം വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. പാരലൽസ് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോൺസെൻട്രിക് ആർക്സ് ആയിട്ടാണ്. ഇനി ലോങ്ജിറ്റ്യൂഡ് ഓർ മെറീഡിയൻസിൻ്റെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റാണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ഓരോന്നായിട്ട് 20 ഡിഗ്രി, 35 ഡിഗ്രി, 50 ഡിഗ്രി, 65 ഡിഗ്രി, 80 ഡിഗ്രി ഇവയിൽ ഓരോന്നിലും നമ്മൾ വരച്ചിരിക്കുന്ന ആ കുഞ്ഞ് ലൈൻ, ആർക്കിൽ മുട്ടിക്കുമ്പോൾ വരച്ചിരിക്കുന്ന ആ ലൈൻ, ആ മെഷർമെൻ്റാണ് നമുക്കിവിടെ വരച്ചു കൊടുക്കേണ്ടത്, മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്.
ആദ്യം നമുക്ക് 20 ഡിഗ്രിയുടെ മെഷർമെൻ്റ് എടുക്കാം. ടി ഡാഷ് ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടി ഡാഷ് എടുക്കുക. ഏറ്റവും ഔട്ടർമോസ്റ്റ് പാരലലാണ് 20 ഡിഗ്രി. അപ്പോൾ ആ 20 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര എണ്ണം വേണം ഇടത്തോട്ട്? നമുക്ക് 4 എണ്ണം ഇടത്തോട്ടും 4 എണ്ണം വലത്തോട്ടുമാണ് വേണ്ടത്. ഈസ്റ്റിലേക്കുമാണ് വേണ്ടത്. അപ്പോൾ 4 എണ്ണം വെസ്റ്റിലേക്ക് വരച്ചു. ദെൻ 4 എണ്ണം ഈസ്റ്റിലേക്ക്. ഇതുപോലെ ഓരോന്നും പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എസ് ഡാഷ് ഇത്രയും ഡിവൈഡറിൽ അളന്നെടുക്കുക. ഓരോന്നായിട്ട് മെഷർ ചെയ്തെടുക്കുക. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലൽസിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എസ് ഡാഷ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി അത് 35 ഡിഗ്രി പാരലലിൽ മാർക്ക് ചെയ്തു. ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 4 എണ്ണം ഇടത്തോട്ട് 4 എണ്ണം വലത്തോട്ട്. മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കോണിക്കൽ പ്രൊജക്ഷനുകളിൽ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ലോങ്ജിറ്റ്യൂഡ് മാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ബോൺസ് പ്രൊജക്ഷനിൽ ഫ്രീ ഹാൻഡായിട്ട് സോഫ്റ്റ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, കർവ്ഡ് ലൈൻസ് ആണ്. ഇവിടുത്തെ ലോങ്ജിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക്കൽ പ്രൊജക്ഷൻ പോലെ സ്ട്രെയിറ്റ് ലൈൻസ് അല്ല. ഇതുപോലെ ഫ്രീ ഹാൻഡായി പോയിന്റുകൾ കണക്ട് ചെയ്ത് ലോങ്ജിറ്റ്യൂഡ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും ഞാനിവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുക. ലോങ്ജിറ്റ്യൂഡിനൽ വാല്യൂസ്, ലാറ്റിറ്റ്യൂഡിനൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ് പാരലൽ, ടൈറ്റിൽ, സ്കെയിൽ എഴുതി നമ്മുടെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബോൺസ് പ്രൊജക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരലൽസ് എന്ന് പറയുന്നത് ദേ ആർ കോൺസെൻട്രിക് ആർക്സ് ഓഫ് സർക്കിൾസ് ആണ്. അതേസമയം ലോങ്ജിറ്റ്യൂഡ്സ് ഓഫ് മെറീഡിയൻസ് എന്ന് പറയുന്നത്, മെറീഡിയൻസ് ഇവിടെ കർവ്ഡ് ലൈൻസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, പകരം കർവ്ഡ് ലൈൻസ് ആണ്. രണ്ട് കോണിക്കൽ പ്രൊജക്ഷനിലും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു. ഇവിടെ അത് കർവ്ഡ് ലൈൻസ് ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.